മലയാളി ടീമിലുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ഇന്ത്യക്ക് തന്നെ. പതിവ് തെറ്റിയില്ല, വിശ്വാസങ്ങളും തെറ്റിയില്ല. മലയാളിയുടെ ചിറകിലേറി ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. അതെ, സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തു എന്ന് പറയുന്നത് തന്നെയാകും ശരി. ഒപ്പം ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ശിവം ദുബെ, അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ പൊളിച്ചടുക്കി ഇന്ത്യയുടെ നിര. ICC മെൻസ് T20 വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. തുടർച്ചയായ രണ്ടാമത്തെ തവണ വേൾഡ് കപ്പ് നേടുന്ന ആതിഥേയ രാജ്യം വേൾഡ് കപ്പ് നേടുന്നത് ഇത് ആദ്യത്തെ തവണ. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇന്ത്യയുടെ ഈ വേൾഡ് കപ്പ് വിജയത്തിന് പിന്നിൽ. ന്യൂസിലാൻഡിനെ നിലം പരിശാക്കിയാണ് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. സൂപ്പർ 8ലും സെമിയിലും ഒക്കെ നമ്മൾ വെടിക്കെട്ട് മത്സരങ്ങൾ കണ്ടെങ്കിൽ തീർത്തും ഏകപക്ഷീയമായ ഒരു മത്സരമായിരുന്നു ഫൈനലിൽ കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 20 ഓവറിൽ അടിച്ചു കൂട്ടിയത് 255 എന്ന പടുകൂറ്റൻ സ്കോറാണ്. ന്യൂസിലാൻഡിന് അതിന്റെ അടുത്തെങ്ങു പോലും എത്താനായില്ല. സെമിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയ ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിര തകർന്നു വീണപ്പോൾ 159 റൺസ് മാത്രമേ അവർക്ക് എടുക്കാനായുള്ളൂ. 96 റൺസിന്റെ പടുകൂറ്റൻ വിജയമാണ് ഇന്ത്യ ഫൈനലിൽ നേടിയത്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്തത് ഇവര് രണ്ടുപേരുമാണ്. 98 റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് ഇവർ ഉണ്ടാക്കിയത് വെറും 7.1 ഓവറിൽ. 46 പന്തിൽ 8 സിക്സും 5 ഫോറും ഉൾപ്പെടെ 89 റൺസ് എടുത്ത സഞ്ജു ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി. അഭിഷേക് ശർമ്മ വെട്ടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ഇത്തവണ നടത്തിയത്. 21 പന്തിൽ 3 സിക്സും 6 ഫോറും ഉൾപ്പെടെ 52 റൺസ്. ഇഷാൻ കിഷൻ ഒട്ടും മോശമാക്കിയില്ല, അതിമനോഹരമായ ഇന്നിംഗ്സ്. 25 പന്തിൽ 4 സിക്സും 4 ഫോറും 54 റൺസ്. ഹാർദിക് പാണ്ഡ്യ വലിയ സ്കോർ നേടാനായില്ല. 13 പന്തിൽ 18 റൺസോടെ മടങ്ങിയപ്പോൾ സൂര്യകുമാർ യാദവ് ഗോൾഡൻ ഡക്കായി മടങ്ങേണ്ടി വന്നു. തിലക് വർമ്മ 6 പന്തിൽ 8 റൺസ് നേടിയപ്പോൾ ശിവം ദുബെ അവസാനം ഇറങ്ങി ഒരു വെടിക്കെട്ടാണ് നടത്തിയത്. 8 പന്തിൽ 2 സിക്സും 3 ഫോറും ഉൾപ്പെടെ 26 റൺസ്. ഇന്ത്യ ഒരു 260-270 റൺസിലേക്കെങ്കിലും എത്തേണ്ട ഒരു സ്കോർ ആയിരുന്നു ഇത്. എന്നാൽ ജെയിംസ് നീഷാം വന്ന ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ നേടിയതോടെ ഇന്ത്യയുടെ നില അല്പം പരുങ്ങലിലായി. പിന്നീട് 2-3 ഓവറുകൾ ഇന്ത്യ പതുക്കെയാണ് റൺസ് സ്കോർ ചെയ്തത്. എന്നാൽ അവസാനം ശിവം ദുബെ ഇതിന്റെ എല്ലാം കേട് തീർത്ത് അവസാന ഓവറിൽ ഒരു വെടിക്കെട്ട് തന്നെയാണ് നടത്തിയത്. സിക്സുകളും ഫോറുകളും ഉൾപ്പെടെ അദ്ദേഹം തകർക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗ് ന്യൂസിലാൻഡ് ഒരിക്കൽ പോലും വിജയിക്കുമെന്ന ഒരു തോന്നൽ പോലും ഉണ്ടാക്കിയില്ല. വെറും 2 പേർ മാത്രമാണ് അവരുടെ നിരയിൽ മികച്ചു നിന്നത്. ഓപ്പണർ ടിം സീഫട്ട് 26 പന്തിൽ 52 റൺസ് എടുത്തപ്പോൾ മിച്ചൽ സാന്റർ 35 പന്തിൽ 43 റൺസ് എടുത്തു. പിന്നീട് അവരുടെ നിരയിൽ രണ്ടക്കം കണ്ടത് ഒരേ ഒരാളാണ്, ഡാരൽ മിച്ചൽ 11 പന്തിൽ 17 റൺസ്. ഫിൻ അലൻ 9, രജിൻ രവീന്ദ്ര 1, ഗ്ലെൻ ഫിലിപ്സ് 5, മാർക്ക് ചാപ്പാൻ 13, ജെയിംസ് നീഷാം 8, മാറ്റ് ഹെൻറി 0, ലോക്കി ഫെർഗൂസൻ 6, നോട്ട് ഔട്ട് ജേക്കബ് ഡഫി 3 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ തകർപ്പൻ ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. 4 ഓവറിൽ വെറും 15 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡും സ്വന്തമാക്കി. ഹർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 32, ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 36-1, അക്സർ പട്ടേൽ ഒട്ടും മോശമാക്കിയില്ല, 3 ഓവറിൽ 27-ന് 3 വിക്കറ്റ് വീഴ്ത്തി. വരുൺ ചക്രവർത്തി 3 ഓവറിൽ 39-1, അഭിഷേക് ശർമ്മ 1 ഓവറിൽ 5-1 എന്നിങ്ങനെയായിരുന്നു മറ്റുള്ള ഇന്ത്യൻ ബോളർമാരുടെ പ്രകടനം. സഞ്ജു സാംസൺ അവസാനമെത്തി അവിശ്വസനീയമായ പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. നിരവധി റെക്കോർഡുകളാണ് ഈ ഒരു മത്സരത്തിൽ പിറന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി വിശദമായിട്ട് പരിശോധിക്കാം.